ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറച്ച് തൊണ്ട പ്രോബ്ലം ഉണ്ട്, പക്ഷേ പത്രം ഇനിയിപ്പോൾ ഒരുപാട് പെൻഡിങ് ആവണ്ടെന്ന് കരുതി നമ്മൾ ഇന്ന് ഡിസ്കഷൻ നടത്തുകയാണ്. ഇന്നലത്തെ എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ചിലപ്പം കേൾക്കുമ്പോൾ എന്താ പറയുന്ന എന്തെങ്കിലുമൊക്കെ എൻ്റെ വോയിസിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തോന്നുക, അല്ലെന്നുണ്ടെങ്കിൽ ചില വേർഡ്സ് തന്നെ ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 4 IAF പൈലറ്റ്സ് നെയിംഡ് ആസ് പോസിബിൾ ഗഗൻയാൻ ക്രൂ എന്ന് പറയുന്ന ന്യൂസാണ്. അപ്പോൾ ഗഗൻയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ISROയുടെ ബഹിരാകാശ മിഷൻ. നമ്മളിതൊരിക്കൽ സ്പേസിൽ പോയിട്ടില്ല. പോയിട്ടുണ്ട് ഇന്ത്യക്കാർ രാകേഷ് ശർമ്മ ആണ് ആദ്യമായിട്ട് പോയത്. അത് പക്ഷേ കോസ്മോനോട്ട് ആയിരുന്നു, അതായത് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസ് വഴിയാണ് അദ്ദേഹം പോയത്. പിന്നെ നാസ വഴി കൽപ്പന ചൗളയും ഒക്കെ പോയിട്ടുള്ള, സുനിത വില്യംസും ഒക്കെ പോയിട്ടുള്ള നമുക്ക് അറിയാം. അവരൊക്കെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരും ആയിരുന്നു. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISRO വഴി ഒരിക്കലും പോയിട്ടില്ല. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ 2025 എൻഡ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളുടെ ചില പരീക്ഷണങ്ങൾ ഇനിയും രണ്ടുമൂന്നാണ് നടക്കാണ്ട്. അതിൽ വ്യോമിത്ര എന്ന് പറയുന്ന റോബോട്ട് ഉണ്ട്, അത് പഠിച്ചു വെച്ചേക്കണം. വ്യോമിത്ര നമ്മളുടെ റഷ്യ ആണ് ആദ്യമായിട്ട് സ്പേസിൽ പോയത്. നമുക്കറിയാം യൂറി ഗഗാറിനാണ്. അദ്ദേഹം പോകുന്നതിന് മുമ്പ് അന്ന് റഷ്യയിലെ സോവിയറ്റ് യൂണിയൻ ആദ്യമായിട്ട് സെൻഡ് ചെയ്ത ലേക്ക എന്ന് പറയുന്ന ഡോഗിനെയാണ്. ആണല്ലോ വേണ്ടത്. കാര്യം മനുഷ്യൻ 100% ഓക്കെ ആയിരിക്കണം അവിടെ പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ അതിന് ആദ്യം നമ്മളൊരു ആനിമലിനെ സെൻഡ് ചെയ്യായിരുന്നു, അന്ന് ലേക്ക്. അതിന് പകരം നമ്മൾ ആനിമലിനെ പോലും ഹാം ചെയ്യാൻ റെഡിയല്ല. നമ്മൾ വ്യോമിത്ര എന്ന് പറയുന്ന ഒരു ഹ്യൂമനോയിഡിനെയാണ്, ഹ്യൂമനെ പോലെ ബിഹേവ് ചെയ്യുന്ന റോബോട്ടിനെ സെൻഡ് ചെയ്യാണ് വ്യോമിത്ര. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് ആണ് മാൻ മിഷൻ നടക്കുന്നത്. അപ്പൊ ഈ മാൻ മിഷനിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു എയർഫോഴ്സ് പൈലറ്റ്, പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് നായർ എന്ന് പറഞ്ഞ എയർഫോഴ്സ് പൈലറ്റും അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള 4 പേരിൽ ഒരാളാണ്. ഇതിൽ ചിലപ്പോൾ എൻഡിൽ ചിലപ്പോൾ 1-2 പേരെ മാത്രമേ ISRO കൊണ്ടുപോകുള്ളൂ. പക്ഷെ ഇന്നലെ വന്ന വാർത്തകൾ അങ്ങനെയല്ല. ഈ 4 പേരും ഉണ്ട്. അതിൽ ലീഡ് ചെയ്യുന്നത് ക്യാപ്റ്റൻ പ്രശാന്ത് നായരാണെന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ 4 പേരുടെ പേരെന്ന് പഠിച്ചു വെച്ചേക്കുക. ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് ആൻഡ് ശുഭാൻശു ശുക്ല. ഈ 4 പേരെയാണ് ISRO ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ദെയർ ഗഗൻയാൻ മിഷൻ. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു ഇയറിൽ തന്നെ നടക്കണമെന്നില്ല. ഇതൊരു എന്താ പറയുന്നത്, അവരുടെ ഒരു പ്ലാനാണ്. ഇറ്റ് മേ ഡിലേ 1 or 2 or 3 years. അപ്പോൾ ഈ ഗഗൻയാൻ മിഷൻ തന്നെ 2024 നടക്കുമെന്ന് പറഞ്ഞാൽ, അതാണ് ഇപ്പോൾ 2025 എൻഡ് അല്ലെങ്കിൽ 2026 ബിഗിനിങ് ഒക്കെ നടക്കാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ, നമുക്കറിയാം സ്പേസ് സ്റ്റേഷൻ എന്താണ്. നാസയും റോസ്കോസ്മോസും യൂറോപ്യൻ സ്പേസ് ഏജൻസി എല്ലാവരും ചേർന്നാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചൈന അതുപോലെ ഒരു സ്പേസ് സ്റ്റേഷൻ ഇപ്പൊ ഏതാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ ഓൺ സ്പേസ് സ്റ്റേഷൻ വരാൻ പോയാണ് ആഫ്റ്റർ 10 years. ദാറ്റ് ഇസ് ബൈ 2035. ഇന്നലെ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ അത് അനൗൺസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, 2040 ഒരുപാട് വർഷമുണ്ട്, 10-16 വർഷമുണ്ട്. ഇന്ത്യയുടെ ഒരു മാൻ അല്ലെങ്കിൽ വുമൻ, അതാരും ആവാം, എവിടെ മൂണിൽ ലാൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോണത് നെക്സ്റ്റ് ഇയറിൽ സ്പേസിലാണ്. അതിന് 10-16 വർഷം കഴിഞ്ഞ് 2040 ആകുമ്പോഴാണ് മൂണിൽ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ നടന്നു പോകുന്ന ഒരു സെക്ടർ സ്പേസ് സെക്ടറാണ്. ISRO അവരുടെ മാക്സിമം കോൺട്രിബ്യൂഷൻസ് ലിമിറ്റഡ് ബഡ്ജറ്റിൽ അത് ചെയ്യുന്നുണ്ട് അവർ. ഇനി ISROക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യവുമില്ല. പ്രൈവറ്റൈസേഷൻ ബ്രോട്ട് ഇൻ ടു സ്പേസ് സെക്ടർ ബൈ 2020. അന്ന് ഞാൻ നിങ്ങളോട് ഇൻ സ്പേസിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ഇതിൽ. ഇപ്പൊ എന്താ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് FDI ഓൾസോ ബ്രോട്ട് ഇൻ ടു സ്പേസ് സെക്ടർ. സോ ആ സ്പേസ് സെക്ടർ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, പിന്നീട് വേറെ എന്തെങ്കിലും ഇവിടെ പറയാനുണ്ടോ നോക്കാം. ഇവിടെ രാജ്യസഭ ഇലക്ഷൻ ഞാൻ പലതവണ പറഞ്ഞാണ്. രാജ്യസഭ ഇലക്ഷനെ കുറിച്ച് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. രാജ്യസഭ ഇലക്ഷൻ ഇന്നലെ നടന്നു. കുറെ സ്റ്റേറ്റുകളിൽ, കേരളത്തിലില്ലായിരുന്നു, കർണാടകം, UP, ഹിമാചൽ പ്രദേശ്, അങ്ങനെ 2-3 സ്റ്റേറ്റുകളിലായിരുന്നു നടന്നത്. അതിൽ കുറെ സീറ്റുകളിൽ BJP ജയിച്ചു, കുറെ സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു. അതിനെക്കുറിച്ചാണ്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് ഈ ഫോട്ടോയിൽ കാണുന്നത്.
അദ്ദേഹം ഇനി എത്ര ദിവസം കൂടെ ഹിമാചൽ പ്രദേശിൽ ചീഫ് മിനിസ്റ്ററായിട്ട് കാണും എന്ന് യാതൊരു സെർട്ടൻറ്റി ഇല്ല. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ രാജ്യസഭാ ഇലക്ഷനിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് കാൻഡിഡേറ്റ് തോറ്റുപോയി. അതിന്റെ കാരണം ആ കോൺഗ്രസിന്റെ കുറച്ച് MLA ക്രോസ് വോട്ട് ചെയ്ത് BJPയെ ജയിപ്പിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം കോൺഗ്രസിലെ കുറച്ച് MLA കോൺഗ്രസിനോടൊപ്പം ഇല്ല എന്നാണ്. അപ്പോൾ ഒരു നോ കോൺഫിഡൻസ് മോഷൻ BJP അവിടെ കൊണ്ടുവരുന്ന പറഞ്ഞേക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പൊ രാജ്യസഭാ ഇലക്ഷനിൽ BJPക്ക് വോട്ട് ചെയ്ത MLA വീണ്ടും BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ കോൺഗ്രസ് ഗവൺമെന്റ് വിൽ ഫോൾ. അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതാണ് വലിയൊരു ന്യൂസ് ആയിട്ട് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ഉണ്ട്. എന്തായാലും സുഖ്വീന്ദർ സിംഗ് അങ്ങനെ സംഭവിച്ചാൽ സൗത്ത് ഇന്ത്യ BJP മുക്തമായതുപോലെ നോർത്ത് ഇന്ത്യ കോൺഗ്രസ് മുക്തമാവും. കാര്യം നോർത്ത് ഇന്ത്യയിൽ ആകപ്പാടെ കോൺഗ്രസിന് ഭരണമുള്ള ഒരേ ഒരു സ്റ്റേറ്റ് രാജസ്ഥാനും ഛത്തീസ്ഗഡും നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശാണ്. അവിടെ കൂടെ ഭരണം പോയാൽ കോൺഗ്രസ് മുക്ത നോർത്ത് ഇന്ത്യ എന്നൊരു സംഭവം വരും. സൗത്ത് ഇന്ത്യ BJP മുക്തം എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. പിന്നെ താഴോട്ട് വരുമ്പോൾ 10,000 ജീനോം പ്രോജക്ട് കംപ്ലീറ്റഡ് സെയ്സ് ഗവൺമെന്റ് എന്നൊരു ന്യൂസ് കാണാം. അതും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഞാൻ ഈ ഇടയ്ക്ക് അവരൊരു ആന്റി വെനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിരുന്നു. ഒരു ആന്റി വെനം അവർ ഡെവലപ്പ് ചെയ്യുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അത് ഏതാണ്ട് പരീക്ഷണമൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂർഖനിലൊക്കെ അത് പരീക്ഷിച്ച് വിജയിച്ചു. ഇനി രാജവെമ്പാലും കൂടെ ആണെന്ന് ഫൈനലി അത് വിജയിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ പാമ്പിൻ വിഷത്തിന് നിർവീര്യമാക്കാനുള്ള ആന്റി വെനംസിന്റെ 15 മടങ്ങ് ശക്തിയുള്ളത് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അവരിപ്പോൾ പുതിയൊരു പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി എവിടെയാണെന്ന് പഠിച്ചു വെച്ചാണ്? ഹൈദരാബാദിലാണ്. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിൽ ചോദിക്കാം സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി എവിടെയാണെന്ന്. ഹൈദരാബാദ്. അവര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ ഒരു ലീഡർഷിപ്പിൽ ഒരു ഇന്ത്യക്കാരുടെ ജീനോം സീക്വൻസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് സംഭവം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ കറക്റ്റ് ജീനോം സീക്വൻസ് ഇന്ത്യയിൽ തൗസൻഡ്സ് ഓഫ് ഡിഫറെന്റ് എന്താ പറയുന്ന റേസസ് അല്ല, പല എന്താ പറയുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ്. അപ്പോൾ നമ്മളെ ആൾക്കാരുടെ ജനറ്റിക് വേരിയൻസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരു കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കിയെടുക്കുക. ആ ഡേറ്റാബേസ് വഴി ഇന്ത്യക്കാരെ ചില വിഭാഗങ്ങളെ മാത്രം ബാധിക്കുന്ന ചില പകർച്ചവ്യാധികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ തടയാനൊക്കെ ഈ ഒരു സ്റ്റഡി സഹായിക്കും എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ആ ന്യൂസ്. ഇനി അതിനടുത്ത പേജ് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ്. ഈ സ്റ്റേറ്റ്സ് പേജിൽ നിന്ന് ഒന്നുമില്ല പറയാൻ, കാര്യം ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിനടുത്ത് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ അതുപോലെയൊക്കെ തന്നെയാണ്. ഏതാണ്ട് ഒന്നുമില്ല. ലഡാക്കിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ലഡാക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലഡാക്ക് എന്തിന്റെ പേരിലാണ് ന്യൂസ് പേപ്പറിൽ ന്യൂസ് വരുന്നത്? 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലഡാക്കിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ അവർക്ക് ട്രൈബൽസ് മേഖലകൾക്കൊക്കെ കിട്ടുന്ന പ്രൊട്ടക്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻസ് ഒക്കെ അവർക്കും കിട്ടണം. അതാണ് ആവശ്യപ്പെടുന്നവർ. അതുപോലെ അവർക്ക് സ്റ്റേറ്റ്ഹുഡും വേണമെന്നാണ്. ഇപ്പം ഇറ്റ് ഈസ് എ യൂണിയൻ ടെറിട്ടറി. Previously it was part of Jammu and Kashmir in 2018 when government of India, I think in 2019 അതല്ലേ 19-ലോ 18-ലോ ആണ് 19-ൽ 2019 ജമ്മു ആൻഡ് കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡൊക്കെ എടുത്ത് മാറ്റി അതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയും അതുപോലെ ലഡാക്ക് എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറി ആയിട്ട്. ഇപ്പൊ അതിനെ അവർക്ക് സ്റ്റേറ്റ്ഹുഡ് വേണം. അതുപോലെ 6th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഈ കൂടുതൽ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ശാന്തി നികേതനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. ശാന്തി നികേതൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. വെസ്റ്റ് ബംഗാളില് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ് ശാന്തി നികേതൻ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് ഒക്കെ ഇടയ്ക്ക് കിട്ടിയായിരുന്നു. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് ഇപ്പൊ കിട്ടിയായിരുന്നു ശാന്തി നികേതന്. അന്ന് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി, ഒരു പക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണും. പിന്നീട് നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോൾ രേവന്ത് റെഡ്ഡിയുടെ ഒരു ഫോട്ടോ കാണാം. തെലങ്കാന സ്റ്റേറ്റിൽ അദ്ദേഹം കുറെ സ്കീംസ് ഒക്കെ അനൗൺസ് ചെയ്തേക്കുന്നു. ഇലക്ഷന് മുമ്പായിട്ട് അവർക്ക് മാക്സിമം മൈലേജ് കിട്ടാൻ വേണ്ടി എല്ലാ പാർട്ടികളും, ഇപ്പൊ കോൺഗ്രസും BJPയും എല്ലാം അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് മഹാരാഷ്ട്രയുടെ ബഡ്ജറ്റിനെ കുറിച്ചുള്ളതാണ്. അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് പോവാം. ഒന്നാമത്തെ എഡിറ്റോറിയൽ ഞാൻ ഇന്നലെ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു സംഭവത്തിനെ കുറിച്ചാണ്.
എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ, HCES, ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ ഇപ്പോൾ നടന്നു. 2022-ലും 2023-ലുമായിട്ട് ഈ ഒരു പീരീഡിലാണ് നടന്നത്. ഓഗസ്റ്റ് 2022 തൊട്ട് ജൂലൈ 2023 വരെ. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ് അത് നടത്തിയത്. അപ്പം അവരാണ് ചെയ്യുന്നത്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ് നടത്തുന്നത്. പക്ഷെ എനിക്കൊന്ന് NSO ഒരു പാർട്ടാണ് NSSO. ഓക്കെ, അപ്പൊ NSO ആണ് ഫൈനലി ഇത് റിലീസ് ഒക്കെ ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ അതിലെ ചില ഫൈൻഡിങ്സിനെ കുറിച്ചാണ്. ഫൈൻഡിങ്സിൽ ഈ താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഹൗസ് ഹോൾഡ് ആവറേജ് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ, ഇതൊന്നും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണ്ട, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഈ ഡേറ്റ ഒന്നും എഴുതിയെടുത്ത് പഠിക്കൊന്നും വേണ്ട. അപ്പൊ എഴുതിയെടുത്ത് പഠിക്കേണ്ടതല്ല, എഴുതിയെടുത്ത് വേണമെങ്കിൽ പഠിച്ചോ. 33.5% 2011-12 അപേക്ഷിച്ച് ഇൻക്രീസ് ചെയ്ത് 3,510 rupees ആയെന്നും. അത് സിറ്റീസിലാണ്, അർബൻ ഏരിയയിൽ. റൂറൽ ഏരിയയിൽ 40.4% ഇൻക്രീസ് ചെയ്ത് ₹2,008 ആയെന്നും അതിലൊരു ഫൈൻഡിങ് ആണ്. അതായത് ഹൗസ് ഹോൾഡ് ആവറേജ് മന്ത്ലി പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ 2011-12 അപേക്ഷിച്ച് 10 വർഷം കഴിഞ്ഞപ്പോൾ 33.5% ഇൻക്രീസ് ചെയ്ത് 3,510 രൂപയായി. എവിടെ? അർബൻ മേഖലയിൽ. 40.4% ഇൻക്രീസ് ചെയ്ത് 2,008 രൂപയായി റൂറൽ ഇന്ത്യയിലും. അപ്പോ അത് ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്തിന്റെ, അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളുടെ ദാരിദ്ര്യം കുറയുന്നതിന്റെ ഒക്കെ ഒരു ലക്ഷണമായിട്ട്, ഈ ഒരു ലക്ഷണമായിട്ടല്ല, അതാണ് സത്യം എന്ന് പറഞ്ഞ് നമ്മളുടെ നിതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തെന്ന് തന്ന കാര്യമാണ്. പക്ഷേ ഹിന്ദു പറയുന്നത് ശരിയാണ്, ഈ ഡേറ്റ ശരിയാണെങ്കിൽ അങ്ങനെയാണ് പോവർട്ടി കുറയുന്നതാണ്. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ വീണ്ടും ഇതുപോലെ NSSO ഈ പറഞ്ഞ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ നടത്തുകയാണ് വീണ്ടും ഒന്നുകൂടെ. അപ്പം അത് മാത്രമല്ല, ഇതിന്റെ ഫുൾ ഡേറ്റ ജൂണിലെ റിലീസ് ചെയ്യുള്ളൂ. ഇതിപ്പം ഒരു സാമ്പിൾ ഡേറ്റാസ് ആണ് വന്നേക്കുന്നത്. ഫുൾ ഡേറ്റ ജൂണിലേ വരുള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സർവേയുടെ റിസൾട്ട്സ് ഉടനെ വരും. ഇതും കൂടെ വന്നതിന് ശേഷം ഫൈനലി ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താവൂ എന്നാണ് ഹിന്ദു പറയുന്നത്. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഉള്ളൊരു സമയത്താണ് ഈ ഒരു സർവേ നടന്നത്. അപ്പൊ കോവിഡ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആൾക്കാർ കുറെ കാലം അടച്ചുപൂട്ടി ഇരുന്നിട്ട് പെട്ടെന്ന് അവരുടെ ഒരുപാട് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവരുടെ എക്സ്പെൻഡിച്ചർ കൂട്ടിയതാവാം എന്ന് ഒരു അസംഷൻ ഇവർ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ഡേറ്റ പൂർണ്ണമായിട്ട് പുറത്ത് വന്നിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ഇനിഷ്യൽ ട്രെൻഡ്സ് വെച്ച് ഇങ്ങനെ ഒരു ഫൈനൽ കൺക്ലൂഷൻസിലേക്കൊന്നും എത്താൻ പറ്റൂല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട, പക്ഷെ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ അതുപോലെ അവർ പറയുന്നത് പിന്നെ കുറെ ഗവൺമെന്റിന്റെ ആ കോവിഡ് സമയത്തുള്ള കുറെ സ്കീംസ് അവിടെ ഫ്രീ ആയിട്ടുള്ള PM ഗരീബ് കല്യാൺ യോജന, ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്കീമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഫുഡിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. മുമ്പൊക്കെ ഒരു ഫാമിലിയുടെ ഇൻകത്തിന്റെ 50% കൂടുതൽ ഫുഡിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അത് റൂറൽ ഹോംസിൽ 46.4% ആയിട്ടും അർബൻ ഹോംസിൽ 40% ആയിട്ടും കുറഞ്ഞു ഫുഡിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ. ഈ ഫുഡിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ ആണ് നോക്കിയിട്ടാണ് ഫുഡ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ ഒരു വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതില്? നമ്മൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, എനിക്ക് സത്യത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരണം ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ തൊണ്ട പ്രശ്നമാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് CPI ആണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അത് വെച്ചാൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പല തവണ പറഞ്ഞിട്ടില്ലാണ്. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഏറ്റവും വലിയ വെയിറ്റേജ് ഉള്ള സംഭവമാണ് ഫുഡ് ഇൻഫ്ലേഷൻ. ഈ ഫുഡ് ഇൻഫ്ലേഷൻ എത്ര വെയിറ്റേജ് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഈ പറഞ്ഞ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേയില് ഫുഡിന് വേണ്ടിയിട്ട് ഓരോ ഫാമിലീസ് പെർ ക്യാപിറ്റ എത്ര ചെലവാക്കുന്നുള്ള, എത്ര എക്സ്പെൻഡിച്ചർ ചെലവാക്കുന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത്രയും കാലം അത് 50% കൂടുതൽ ചെലവാക്കുമായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞ് 46.4% ആയിട്ട് കുറഞ്ഞു. എവിടെ? റൂറൽ ഏരിയയിൽ. 40% ആയിട്ട് എവിടെ കുറഞ്ഞു? അർബൻ ഏരിയയിലും. ഈ കുറവ് കറക്റ്റ് ആണോ എന്ന് ഫൈനലി ഒന്ന് കണ്ടെത്തണം. ജൂണോടുകൂടിയൊക്കെ അത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഹിന്ദുവിൽ പറഞ്ഞുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഫുഡ് ഇൻഫ്ലേഷന്റെ വെയിറ്റേജ് കുറയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറയ്ക്കുമ്പോൾ നമ്മളുടെ ഇൻഫ്ലേഷനിലൊക്കെ വലിയ മാറ്റം വരുന്നു, ഇൻഫ്ലേഷൻ കാൽക്കുലേഷനിലൊക്കെ. അപ്പൊ അതിനൊക്കെ വേണ്ടി അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒരു സർവേയും കൂടെ പുറത്തു വരട്ടെ, അതിന്റെ റിസൾട്ട് കൂടെ, അതിനുശേഷം അത് ചെയ്യാന്നൊക്കെയാണ് ഹിന്ദു ഈ എഡിറ്റോറിയൽ പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ ബർഡൻ ഓഫ് പവർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത്
നമ്മളുടെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച്, അതുപോലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിലേക്ക് നമ്മളുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും അജിത് കൃഷ്ണനെയും അങ്കദ് പ്രതാപിനെയും ശുഭാൻഷു ശുക്ലയൊക്കെ സെലക്ട് ചെയ്തതിനെ കുറിച്ച്, നമ്മളുടെ ഗഗൻയാൻ പ്രോജക്റ്റിനെ കുറിച്ച്, നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഇവരെയൊക്കെ നമ്മളുടെ മീഡിയയുടെ മുന്നിൽ അവതരിപ്പിച്ചതിനെ കുറിച്ച്, അതൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഇതൊരു 10,000 crore പ്രോജക്റ്റ് ആണ് കേട്ടോ. ഇത് 2018 ഈ മോഡി ഗവൺമെന്റ് തന്നെ 10,000 crores ആണ് ഇതിനു വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി ഹ്യൂമൻ റേറ്റഡ് ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പറഞ്ഞു, അതിന് ഹ്യൂമൻ റേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനൊക്കെ കിട്ടി. അതിന്റെ ഒരു 2 പിന്നീട് എക്സ്പെരിമെന്റ്സ് കൂടെ 2024-25 നടത്തും. അതിലൊന്നിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നു വ്യോമിത്ര എന്ന് പറഞ്ഞ ഹ്യൂമനോയിഡിനെ കൊണ്ടുവന്നു. പിന്നെ അതിന്റെ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അപ്പം നമ്മളുടെ പുതിയ സ്പേസ് പോളിസിയെ കുറിച്ചും പ്രൈവറ്റൈസേഷനെ കുറിച്ചും എല്ലാം ഇത് പറയുന്നുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് എഡിറ്റോറിയൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതും വായിച്ചു നോക്കുക. ഈ 2 എഡിറ്റോറിയൽസും നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, പിന്നീട് സ്റ്റോപ്പ് ദ ഡിതറിങ് ആൻഡ് എൻകറേജ്, ഇതൊന്നും വേണ്ട. ദ ഗ്ലോബൽ ഓർഡർ എ ഫ്രേയിങ് അറൌണ്ട് മെനി എഡ്ജസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. UN-ന്റെ റോളിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. UN എന്ന് പറഞ്ഞ ഒരു സംഘടന ലോകത്ത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് വരുന്നത്. അപ്പൊ ഇനി വേൾഡിലൊരു വേൾഡ് വാർ ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടുകൂടി വരുന്ന സ്ഥാപനമാണ്. ബട്ട് ഇറ്റ്സ് റിലവൻസ് ഹാസ് ഡിമിനിഷ്ഡ് സബ്സ്റ്റാൻഷ്യലി ഇൻ ദ മോഡേൺ വേൾഡ് ഡ്യൂ ടു മെനി ഫാക്ടേഴ്സ്. അപ്പൊ ഇതിൽ പറയുന്ന ഫാക്ടേഴ്സ് അല്ലാതെ ഒരു വലിയ ഫാക്ടർ വേറെ ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് UN ഈസ് നോട്ട് റെപ്രസെൻറ്റിങ് ദ ഡെവലപ്പിംഗ് വേൾഡ് പ്രോപ്പർലി. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യം ഇന്ത്യ അതിൽ പെർമനന്റ് മെമ്പർ അല്ല. അതുപോലെ ഏഷ്യ, ലോകത്തിലെ മൊത്തം പോപ്പുലേഷൻ്റെ എനിക്ക് തോന്നുന്നു പകുതിയെങ്കിലും ഏഷ്യയിലായിരിക്കും. ആ ഏഷ്യ ജസ്റ്റ് 1 പെർമനന്റ് മെമ്പർ, ചൈന മാത്രം. അതേസമയത്ത് വളരെ പോപ്പുലേഷൻ കുറവുള്ള യൂറോപ്പിന് 3 പെർമനന്റ് മെമ്പേഴ്സ്, റഷ്യ, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. സോ ഇറ്റ് ഈസ് അൺഈക്വൽ. അതുപോലെ അവര് അണ്ടർ ഉണ്ടായ 2 ഓർഗനൈസേഷൻസ് IMF-ഉം വേൾഡ് ബാങ്കും, അത് ഇന്നത്തെ മോഡേൺ വേൾഡിന്റെ ആ ഒരു ഇത് റെപ്രസെന്റ് ചെയ്യുന്നില്ല. IMF-ന്റെ ഡയറക്ടർ എപ്പോഴും യൂറോപ്പിൽ നിന്നേ വരുള്ളൂ. അവർ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സാമ്പത്തിക വ്യവസ്ഥ വളരുന്നതനുസരിച്ച് രാജ്യങ്ങളുടെ വോട്ടിംഗ് പവേഴ്സിൽ ഈ മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ചൈനയ്ക്കൊക്കെ വോട്ടിംഗ് പവർ അവിടെ കൂടിയനായിരുന്നു. അതൊന്നും അവർ ചെയ്യുന്നില്ല. ആ ഒരു റിഫോം ഒന്നും അവർ നടപ്പാക്കുന്നില്ല. സോ IMF director will always be from a European country, and World Bank president will always be from US, United States of America. But Ajay Bangana, but he's a US citizen. That's why he could റോസ് അപ് ടു ദാറ്റ് പൊസിഷൻ. അല്ലെങ്കിൽ അവിടെ അവയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറേ പ്രോബ്ലംസ് ഈ പറഞ്ഞ ഓർഗനൈസേഷൻസിനുണ്ട്. അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് ബാങ്കിനെയും IMF-നെയും കൂടെ ചേർത്ത് പറയുന്നത് ബ്രെട്ടൺ വുഡ് സിസ്റ്റേഴ്സ് എന്നാണ്. അത് ഇവിടെ പറയുന്നുണ്ട് ബ്രെട്ടൺ വുഡ് ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ. ബ്രെട്ടൺ വുഡ് സിസ്റ്റേഴ്സ് പറയാൻ കാര്യം, ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൽ വെച്ചാണ് 1944 ഫോം ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ കുറെ കാര്യം. UN-ന്റെ ഇറലവൻസിനെ കുറിച്ച് UN-ന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സ് തന്നെ ഇപ്പൊ പറയുന്നുണ്ട്. UN-ന്റെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടേഴ്സ്. അത് അദ്ദേഹം തന്നെ റീസെന്റ് ആയിട്ട് ഓപ്പൺലി പറയാണ്. അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് മുന്നോടിയായിട്ടുള്ള GATT ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്സ്, അതിനെ കുറിച്ച് നീ പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ അതിപ്പോൾ താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. ബ്രിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിൽ സൗദി അറേബ്യ, UAE, ഈജിപ്റ്റ്, നൈജീരിയ ഒക്കെ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ബ്രിക്സ് ആ പേര് എക്സ്പാൻഡ് ചെയ്ത് മാത്രം പറഞ്ഞ തെറ്റാണ്. പിന്നെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം, ചേരിചേരാ പ്രസ്ഥാനം. അതുപോലെ ചൈന വേൾഡിൽ ഫോം ചെയ്തൊരു ബാങ്ക്, അതിൽ ഇന്ത്യയും മെമ്പറാണ്, AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ബെയ്ജിങ്. അപ്പം നിങ്ങളുടെ ആരെങ്കിലും ചോദിക്കുകയാണ് AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബെയ്ജിംഗ് എന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ അതവിടെ പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നു. ഓക്കെ, പിന്നെ G7 കുറിച്ച്, G20 കുറിച്ച്. G7-ഉം G20 ഒക്കെ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നേഷൻസ് ആണ് G7. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. G7. G20 നമുക്കറിയാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ വെച്ച് ഇപ്പോൾ G20 സമ്മിറ്റ് ഒക്കെ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന കാര്യമൊക്കെ നമുക്കറിയാം. പിന്നെ നാറ്റോയെ കുറിച്ച് പറയുന്നത്, നാറ്റോയെ നിങ്ങൾക്കറിയാം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ബ്രസൽസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള US-ന്റെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ് ആണ് നാറ്റോ. പിന്നെ അടുത്ത പേജുകളിലൊന്നും അങ്ങനെ ഒന്നും ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ
ഇവിടെ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം. അത് അതായത് ആ ഒരു കാര്യം അവിടെ പറയാനുള്ളൂ. ലോക്പാൽ പുതിയ ലോക്പാൽ അല്ലെങ്കിൽ ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സൺ. ലോക്പാൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആന്റി കറപ്ഷൻ ബോഡിയാണ്. അപ്പൊ ഈ അന്നാ ഹസാരെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വലിയ സമരങ്ങളൊക്കെ 2013 നടത്തിയത്. അന്നാ ഹസാരെ, അരവിന്ദ് കെജ്രിവാളൊക്കെ ആ മൂവ്മെന്റ് പാർട്ടായിരുന്നു. അപ്പൊ ലോക്പാൽ ഇപ്പൊ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പുതിയ ലോക്പാലായിട്ട് ഇലക്റ്റഡ് ആയ ആളുടെ പേര് പഠിച്ചു വെച്ചേക്കണം. AM ഖാൻവിൽക്കർ. KHANWILKR. സുപ്രീം കോടതിയിലെ ഫോമർ ജഡ്ജാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇവിടെ ഒന്നും പറയാനുള്ള പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജ് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യം. പക്ഷെ അത് വലിയ ന്യൂസ് ആയിട്ട് വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഹാവ് ഇറ്റ്സ് ഓൺ സ്പേസ് സ്റ്റേഷൻ ബൈ 2035. അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നീട് 2040 ഇന്ത്യ മൂണിൽ ലാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞതാണ്, അതൊക്കെ പറയുന്നത്. പിന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന NTA നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഉടനെ നടക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ആരെങ്കിലും ഒക്കെ ഇത് എഴുതുന്നവരുണ്ടെങ്കിൽ മെയ് 15 തൊട്ട് മെയ് 31 വരെ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അത് നടത്തുന്നവരാണ്. ഒരു നാഷണൽ ഏജൻസിയാണ്. പുതുതായിട്ട് അത് ഇതൊക്കെ നടത്താൻ വേണ്ടി ഫോം ചെയ്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു ഏജൻസിയാണ് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പിന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയും ഒരു അവയർനെസ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ പേരാണ് മേരാ പെഹ്ലാ വോട്ട് ദേശ് കെ ലിയേ. മേരാ പെഹ്ലാ വോട്ട് ദേശ് കെ ലിയേ. DGCA, Director General of Civil Aviation, firm on implementing new duty norms for pilots. ഇന്ത്യയിലെ പൈലറ്റുമാർ പ്രോപ്പർ റെസ്റ്റ് കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും പല പ്രോബ്ലംസും ഉണ്ടാവുന്നു സിവിൽ ഏവിയേഷൻ സെക്ടറിൽ. അതുകൊണ്ട് DGCA പൈലറ്റുകൾക്ക് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി കുറേ നോംസ് കൊണ്ടുവന്നു. പക്ഷെ നടപ്പാക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ത്യയുടെ കുറേ എയർലൈനുകൾ അവരെ അപ്രൈസ് ചെയ്തു. പക്ഷെ ദേ ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഓൾ ദോസ് എക്സ്ക്യൂസസ്. അപ്പം അതിനെക്കുറിച്ച് എഴുതി പറഞ്ഞ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി റെഗുലേറ്റർ. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ഞാനിത് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇനി വീണ്ടും ഡിസ്കസ് ചെയ്ത സമയം കളയാം. HCS, ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ, അതിൻ്റെ ഫൈൻഡിങ്സിനെ കുറിച്ചാണ്. ഓക്കെ, അതിന്റെ പൂർണ്ണമായ റിസൾട്ട് ജൂണോടുകൂടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂണോടുകൂടി. പിന്നെ SBI റെക്കൺസ് പോവർട്ടി ലെവൽ ബിറ്റ്വീൻ 4 to 5% സ്പെൻഡിങ് ഓൺ ഫുഡ് ഐറ്റംസ് ഡ്രോപ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫുഡ് ഐറ്റംസിന് ഇപ്പം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പം ഫുഡ് ഇൻഫ്ലേഷൻ കൺട്രോൾ ഇനിയിപ്പം കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് ആ ഫുഡ് ഇൻഫ്ലേഷന്റെ വെയിറ്റേജ് നമ്മളുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഇത് പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ പോവർട്ടി ലെവൽ 4 തൊട്ട് 5% വരെ മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ കാണുകയുള്ളെന്ന് BVR സുബ്രഹ്മണ്യം, CEO ഓഫ് നിതി ആയോഗ് പറഞ്ഞതിന് അക്സെപ്റ്റ് ചെയ്തേക്കാണ് SBIയുടെ സ്റ്റഡി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എക്കണോമിസ്റ്റുകളുണ്ട്. അവരുടെ സ്റ്റഡി പറഞ്ഞേക്കുന്നത് ജസ്റ്റ് BVR സുബ്രഹ്മണ്യം എന്ത് പറഞ്ഞു അതിനെ സെക്കൻഡ് ചെയ്തേക്കാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക. പിന്നീട് ഈ പേജിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത പേജ് പോകാം. വേൾഡ് പേജ് ആണ്. വേൾഡ് പേജിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം യൂറോപ്യൻ യൂണിയന്റെ ഒരു മീറ്റിംഗിൽ വെച്ച് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു. നമ്മളുടെ ഇപ്പോഴത്തെ റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റ് ഒക്കെ ആയിരുന്ന ഫ്രാൻസിന്റെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റ് അദ്ദേഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞെന്ന് വെച്ചാല് നാറ്റോ ഫോഴ്സസ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസിലെ ഫോഴ്സസ്, പട്ടാളക്കാർ യുക്രൈനെ സഹായിക്കാൻ വേണ്ടി യുക്രൈനിൽ പോയി യുദ്ധം ചെയ്യുന്നു. റഷ്യ അല്ലാതെ വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ യുക്രൈൻ വാറിൽ. ചില പട്ടണങ്ങളിൽ നിന്നൊക്കെ യുക്രൈൻ പട്ടാളം പിന്തിരിഞ്ഞ് ഓടുകയാണ്. അപ്പോൾ റഷ്യ ജയിക്കുന്നത് അനുവദിക്കാൻ പാടില്ല. യുക്രൈനിൽ ഈ പറഞ്ഞ ഫ്രാൻസിന്റെ ഒക്കെ പട്ടാളം ഇറങ്ങാതെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇറ്റ് വിൽ ക്രിയേറ്റ് എ വെരി വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പുടിൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന എങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഈവൻ ന്യൂക്ലിയർ വെപ്പൺസ് പോലെ അത് യൂസ് ചെയ്തേക്കാം. അതൊരു തേർഡ് വേൾഡ് വാറിലേക്ക് പോവാം. അതുകൊണ്ട് തന്നെ
ഫ്രാൻസിന്റെ പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് സപ്പോർട്ട് ചെയ്ത് യൂറോപ്യൻ നേഷൻസ് ഒന്നും വന്നിട്ടില്ല. കാര്യം യൂറോപ്യൻ നേഷൻസിൽ ചിലരൊക്കെ അതിനെ ഒപ്പോസ് ചെയ്തേക്കാണ്. സ്വീഡന്റെ പ്രൈം മിനിസ്റ്റർ ഉൾഫ് ക്രിസ്റ്റേഴ്സൺ അതിനെ ഒപ്പോസ് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തു. ഉൾഫ് പേര് പഠിച്ചു വെച്ചേക്കണം, ക്രിസ്റ്റേഴ്സൺ. നാറ്റോയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന രാജ്യമാണ് സ്വീഡൻ. അതുപോലെ ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസ്, നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യമാണ്, അവരും അതിനെ ഒപ്പോസ് ചെയ്തേക്കാണ്, ഒലാഫ് ഷോൾസ്. അതുപോലെ വേറൊരാള് സ്ലോവാക്കിയയുടെ പ്രൈം മിനിസ്റ്റർ, സ്ലോവാക്യ എന്നൊരു രാജ്യം കേട്ടിട്ടുണ്ട്, ചെക്കോസ്ലോവാക്യ എന്നൊരു രാജ്യം പണ്ടുണ്ടായിരുന്നു, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെക്കും സ്ലോവാക്കിയായി. അതിന് സ്ലോവാക്കിയയുടെ പ്രൈം മിനിസ്റ്റർ റോബർട്ട് ഫിക്കോ അദ്ദേഹവും അതിനെ ഒപ്പോസ് ചെയ്തേക്കാണ്. അതായത് നടക്കത്തില്ല, നടന്നു കഴിഞ്ഞാൽ ലോകത്തിലൊരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ആയിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് റഷ്യ യുക്രൈൻ വാറേ ഉള്ളൂ, അത് അതിനപ്പുറത്തേക്ക് പോകും. പിന്നെ ഹോക്കി ഇന്ത്യയുടെ CEO പൊസിഷന് എലന നോർമൻ എന്ന് പറയുന്ന ആള് ക്വിറ്റ് ചെയ്തെന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്പോർട്സ് പേജിൽ പോകുമ്പോൾ ഒരു കാര്യവും പറയാനില്ല. ക്രിക്കറ്റിലെ ഇന്ത്യയുടെ വിജയത്തിനെ കുറിച്ചും വിമൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിനെ കുറിച്ചും അതിനടുത്ത ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ രഞ്ജി ട്രോഫിയെ കുറിച്ചും ഒക്കെയാണ്. അതൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിനടുത്ത പേജിലേക്ക് പോവാം. അത് ഇന്നലത്തെ ന്യൂസ് പേപ്പറാണ്. ഇന്നലത്തെ ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് പേജിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരേ ഒരു ന്യൂസ് മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിരുന്ന ഗസൽ സിംഗർ പങ്കജ് ഉദാസ് മരിച്ചുപോയി. നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. പങ്കജ് ഉദാസിന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കും നിങ്ങളിൽ പലരും. പങ്കജ് ഉദാസ് ഇന്ത്യയിലെ ഇപ്പം ജീവിച്ചിരുന്ന ഏറ്റവും ഫേമസ് ഗസൽ സിംഗർ ആയിരുന്നു, മരിച്ചുപോയി. പിന്നെ റഷ്യയില് ഈ യുക്രൈൻ റഷ്യ വാറില് റഷ്യൻ പട്ടാളത്തിനെ സഹായിക്കാനൊക്കെ പോയ കുറെ ഇന്ത്യൻ ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ റഷ്യ റിലീസ് ചെയ്യുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഗ്യാൻവാബി മോസ്കില് പൂജ തടയാനുള്ള റിക്വസ്റ്റ് അലഹബാദ് ഹൈക്കോടതി റിജക്ട് ചെയ്തു. ഗ്യാൻവാബി മോസ്കില് ഇപ്പൊ പൂജ, ഹിന്ദുസിന്റെ പൂജ, അതിനകത്ത് ടെമ്പിൾ ഉണ്ട്, അവിടെ പൂജ നടത്താൻ അനുവദിച്ചു. അത് പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ അത് സ്ഥിരമായിട്ട് നടത്താൻ അവിടുത്തെ ഡിസ്ട്രിക്ട് കോർട്ട്, ഫൈസാബാദിലാണെന്ന് ഡിസ്ട്രിക്ട് കോർട്ട് അനുവദിച്ചിരുന്നത്. അതിനെതിരെ അപ്പീൽ പോകുന്ന എവിടെയായിരിക്കും? ഹൈക്കോർട്ടിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോർട്ടാണ് അലഹബാദ് ഹൈക്കോർട്ട്. ഏറ്റവും വലിയ ഹൈക്കോർട്ടാണ്, ഏറ്റവും വലിയ ജഡ്ജിമാരുള്ള ഹൈക്കോർട്ട്. അപ്പൊ അത് റിജക്ട് ചെയ്തു. UPയുടെ ഹൈക്കോർട്ടാണ് അലഹബാദ് ഹൈക്കോർട്ട്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഒന്നും പറയാല്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പം അവിടെയും ഒന്നും പറയാല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇത് ഇന്നലെ അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞാണ്. മോഡി ടു ഇനാഗുറേറ്റ് 3 ISRO ഫെസിലിറ്റീസ് ടുഡേ എന്നൊരു ന്യൂസ് ഉണ്ട്. അത് ഇന്നലത്തെ ന്യൂസാണ്. അത് ഗഗൻയാനിലെ ആൾക്കാരെ പരിചയപ്പെടുത്തിയ മാത്രമല്ല, ട്രൈസോണിക് വിൻഡ് ടണൽ എന്നൊരു സംഭവം ഈ VSSCയിൽ ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഈ റോക്കറ്റ് ലോഞ്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു സംഭവമാണ് ട്രൈസോണിക് വിൻഡ് ടണൽ. പിന്നെ വേറെ 1-2 കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മോഡി ഇന്നലെ ഇനാഗുറേറ്റ് കുറേ സംഭവങ്ങളാണ്. പിന്നെ CAPF എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. ഓക്കെ, അതിനടുത്ത പേജ് പോകുമ്പോൾ ഓൾഡ് ബിഗിനിങ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ ഓൾഡ് ബിഗിനിങ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലുള്ള പല കാര്യങ്ങളും ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് നമ്മളുടെ ഈ ചാനലല്ല, ഞാൻ പറഞ്ഞ മറ്റേ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ചാനലിൽ പാകിസ്ഥാനിലെ ഇലക്ഷനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററായിട്ട് ഷഹബാസ് ഷെരീഫ് തിരിച്ചു വരുന്നു. ഷഹബാസ് ഷെരീഫ് തിരിച്ചു വരുന്ന പാകിസ്ഥാനെ വീണ്ടും നരകത്തിലേക്ക് കൊണ്ടുപോകാനേ സഹായിക്കുള്ളൂ. കാര്യം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇത്രയും നരകഭൂമിയാക്കി മാറ്റി അവിടുത്തെ ഏറ്റവും കഴിവുകെട്ട ഒരു പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ്. നിങ്ങളുടെ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് നോക്കിയാൽ മതി. ഷഹബാസ് ഷെരീഫിനെ കുറിച്ച് നല്ലത് ഒരേ മനുഷ്യനും പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഷഹബാസ് ഷെരീഫിന്റെ പീരീഡിലാണ് പാകിസ്ഥാൻ അവരുടെ എക്കണോമിക് ക്രൈസിസിന്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോയതും അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോലും ഒരു സാധനവും
ഇമ്പോർട്ട് ചെയ്യാൻ പോലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അല്ലെങ്കിൽ വിദേശ നാണയ ശേഖരം അവരുടെ കയ്യിലില്ലാതായൊക്കെ. അവസാനം IMF ഒരു $3 ബില്യൺ കൊടുത്തു. അത് വെച്ചാണ് അവർ കുറച്ചു കാലം പിടിച്ചിരുന്നത്. ഇപ്പം കുറച്ച് $8 ബില്യൺ എങ്ങാണ്ടായിട്ട് അവർ വിദേശ നാണയ ശേഖരമൊക്കെ കൂടിയിട്ടുണ്ട് ശകലം. അത് $8 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത് ഇവിടുത്തെ യൂസഫ് അലിയുടെ ആസ്തിയാണ് ഈ $8 ബില്യൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് മാത്രമാണ് പാകിസ്ഥാൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. $70 ബില്യൺ അവർ അടുത്ത 1-2 വർഷത്തിനകത്ത് കടം തിരിച്ചു കൊടുക്കാൻ ഉണ്ട്. അപ്പം ഇത്രയും കഴിവുകെട്ടൊരു പ്രധാനമന്ത്രി വീണ്ടും തിരിച്ചവിടെ അധികാരത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ എന്താകും? ഇത് മാത്രമല്ല, പോപ്പുലർ മാൻഡേറ്റും അല്ല. പോപ്പുലർ മാൻഡേറ്റ് വാസ് ഫോർ ഇമ്രാൻ ഖാൻ ആൻഡ് ഹിസ് പാർട്ടി TPI. അപ്പം ഇതെങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. പട്ടാളത്തിന്റെ മാത്രം താല്പര്യം മുൻനിർത്തി അവിടെ അധികാരത്തിൽ വരുന്ന ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനെ എങ്ങനെ മുന്നോട്ട് നയിക്കുക എന്നുള്ള കുറെ സംശയങ്ങളാണ് ഇത് പ്രകടിപ്പിച്ചേക്കുന്നത്. ഷഹബാസ് ഷെരീഫ് ഈസ് ഗോയിങ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ ആൻഡ് പ്രസിഡന്റ് ആരായിരിക്കും? ബേനസീർ ഭൂട്ടോയുടെ ബേനസീർ ഭൂട്ടോ മരിച്ചുപോയി. അവിടുത്തെ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അവരുടെ ഹസ്ബൻഡ് ആസിഫ് അലി സർദാരി. പിന്നെ ഹോം റൺ, അത് ജസ്റ്റ് ഒന്നും പറയാനൊന്നുമില്ല. ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെയുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഒരു ടെസ്റ്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 3-1 ജയിച്ചു. റാഞ്ചിയിലല്ലേ ലാസ്റ്റ് നടന്നത്? അത് നമ്മൾ ഇന്ത്യ ജയിച്ചു. അപ്പം അത് ഇന്ത്യ എങ്ങനെ ജയിച്ചു എന്ന്, ഇന്ത്യക്ക് അതിൽ നിന്നുണ്ടായ കുറെ നേട്ടങ്ങളും യശസ്വി ജയ്സ്വാളിനൊക്കെ പോലുള്ള കുറെ പുതിയ താരങ്ങൾ, സർഫറാസ് ഖാൻ, അങ്ങനെ കുറെ ആൾക്കാർ. അപ്പൊ അവരെ കുറിച്ചൊക്കെയാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ച് വേണമെന്ന് പറയായിരുന്നു. റഷ്യാസ് എക്കോണമി ആഫ്റ്റർ 2 years ഓഫ് വാർ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് റോ ബിറ്റ്വീൻ ട്രംപ് ആൻഡ് നാറ്റോ എന്നൊക്കെ ഒരു ആർട്ടിക്കിളും ഉണ്ട്. നാറ്റോയും ട്രംപുമായിട്ട് കുറെ പ്രോബ്ലംസ് പണ്ടേ ഉള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നാറ്റോ അങ്ങനെ പൂർണ്ണമായിട്ട് സപ്പോർട്ടും ചെയ്തിരുന്നില്ല, നാറ്റോ അമേരിക്കയുടേതാണെങ്കിലും. അതുപോലെ ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ US യുക്രൈന് കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. യുക്രൈൻ റഷ്യ വാർ അതോടുകൂടി സ്റ്റോപ്പ് ആവുമെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പം എന്തായാലും ട്രംപിന്റെ പോളിസീസ് ട്രഡീഷണൽ അമേരിക്കൻ റൂളേഴ്സിന്റെ പോളിസീസ് അല്ല. അതാണ് പ്രശ്നം. പിന്നെ സെന്റർ എക്സാമിനിങ് ടെക് ഫേം ഓൺ EU-US സാങ്ഷൻസ് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ ഒരു സ്ഥാപനത്തെ യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തി, സാങ്ഷൻസ് ലിസ്റ്റിൽപ്പെടുത്തി. അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, റഷ്യയായിട്ടുള്ള ബന്ധങ്ങളുടെ പേരിലാണ്. ഈ അമേരിക്കയ്ക്ക് ഒരു നിയമമുണ്ട്, അതിവിടെ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. CATSS, കൗണ്ടറിങ് അമേരിക്കാസ് CAATS, അങ്ങനെയാണോ? കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻ ആക്ട്. അതെ, CAATS എന്നാണ് ആ നിയമത്തിന്റെ പേര്. CAATSയുടെ എക്സ്പാൻഷൻ കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻ ആക്ട്. കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻ ആക്ട്. കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻ ആക്ട്. ഈ നിയമം അമേരിക്ക അഡ്വേഴ്സറി ആയിട്ടുള്ള ഒരു രാജ്യം, ഇപ്പൊ റഷ്യ ഫോർ ആൻ എക്സാമ്പിൾ, അല്ലെങ്കിൽ നോർത്ത് കൊറിയ, അല്ലെങ്കിൽ ഇറാൻ, ഇവർക്കൊക്കെ എതിരെ അമേരിക്ക ഒരുപാട് സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ രാജ്യങ്ങളുമായിട്ട് അവർ സാങ്ഷൻസ് ഏർപ്പെടുത്താത്ത വേറൊരു രാജ്യമോ അവിടുത്തെ സ്ഥാപനങ്ങളോ ബിസിനസ് ചെയ്താൽ ഈ രാജ്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കെതിരെ കൂടെ സാങ്ഷൻസ് വരും. അതാണ് ഈ നിയമം, കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻ ആക്ട്. സിമിലർലി യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കമ്പനി, ആ കമ്പനിയുടെ പേര് ഇവിടെ ഉണ്ട്, SI2 മൈക്രോ സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയെ റഷ്യയുമായിട്ട് ബിസിനസ് നടത്തുന്നതിന്റെ പേരില് ഇപ്പൊ സാങ്ഷൻസ്, മൈക്രോ സിസ്റ്റം സാങ്ഷൻസ് ഏർപ്പെടുത്തി. SI2 മൈക്രോ സിസ്റ്റം എന്ന ഇന്ത്യൻ കമ്പനിക്കെതിരെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അതുപോലെ ഇത് പഠിക്കുക, ഫസ്റ്റ് പ്രൈവറ്റ് അമ്യൂണിഷൻ മാനുഫാക്ചർ ഫെസിലിറ്റി ഓപ്പൺസ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈവറ്റ് അമ്യൂണിഷൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ആരാണ്? അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് കാൺപൂരിൽ സ്റ്റാർട്ട് ചെയ്തു. അദാനി ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈവറ്റ് അമ്യൂണിഷൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് പ്രൈവറ്റ് അമ്യൂണിഷൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി എവിടെയാണ്? പിന്നീട് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ. അപ്പം ഇത് ഏത് കമ്പനിയാണ്?
സ്ഥാപിച്ചേക്കുന്നത് അറിഞ്ഞിരിക്കുക. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്. ഫാമേഴ്സ് സ്റ്റേജ് സ്റ്റിർ അഗൈൻസ്റ്റ് WTO ടേക്ക് ഔട്ട് ട്രാക്ടർ റാലി എന്നൊരു ന്യൂസ് ഉണ്ട്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഇപ്പം നടക്കുവാണ്. ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അബുദാബിയിൽ വെച്ചാണ് നടക്കുന്നത്, UAE അബുദാബിയിൽ വെച്ച്. അതിൻ്റെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ പേരിലാണ് ഇവർ ഫാമേഴ്സിന്റെ എന്തൊക്കെയോ പ്രോബ്ലംസ് WTO ആയിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കാനുണ്ട്. അതുകൊണ്ടാണ് അവർ ആ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നത്. ഞാൻ വളരെ ഡിഫിക്കൽട്ടായിട്ട് നിങ്ങളെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്, എനിക്ക് ഒട്ടും പറയാൻ വയ്യ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അത് മനഃപൂർവ്വമല്ല, എനിക്ക് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത 1-2 കാര്യങ്ങളോടെയൊക്കെ ഇത് വലുതായിട്ടൊന്നും ഇല്ല. ഇനി പങ്കജ് ഉദാസ് മരിച്ചതിനെ കുറിച്ച് വലിയൊരു ന്യൂസ് ഇവിടെ കാണാം. പങ്കജ് ഉദാസ്, ഇന്ത്യയുടെ ഗസൽ കിങ് ആയിരുന്ന പങ്കജ് ഉദാസ്, അതിനെക്കുറിച്ചൊരു ന്യൂസ് കാണാം. അപ്പം അത് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ ഗ്രാൻഡ് പെർമനന്റ് കമ്മീഷൻ ടു വിമൻ SC ടു കോസ്റ്റ് ഗാർഡ് എന്നൊരു ന്യൂസ് ഉണ്ട്. സുപ്രീം കോടതി കോസ്റ്റ് ഗാർഡ് അറിയാലോ, നമ്മുടെ തീരസംരക്ഷണ സേന, കോസ്റ്റ് ഗാർഡ്, അതിൽ പെർമനന്റ് കമ്മീഷൻ കൊടുക്കണം. കാര്യം ഇപ്പം മുമ്പ് പട്ടാളത്തിൽ കോമ്പാറ്റ് റോളുകളിൽ, അതായത് യുദ്ധമുന്നണിയിൽ പോയി യുദ്ധം ചെയ്യേണ്ട റോളുകളിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ, ആർമിയിൽ, നേവിയിൽ ഒന്നും സ്ത്രീകൾ എടുക്കില്ലായിരുന്നു. ഗവൺമെന്റ് സ്വയം കുറച്ചൊക്കെ മാറി. പിന്നീട് സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടലുകൾ മൂലം കുറേയൊക്കെ മാറി. ഇന്ത്യൻ എയർഫോഴ്സിൽ ഇപ്പോൾ ഫൈറ്റർ പൈലറ്റ്സ് വിമൻ ഉണ്ട്. ആവണി ചതുർവേദി, ഭാവന കാന്ത്, മോഹന സിംഗ്, ഇങ്ങനെ 3 പേരാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റ്സ് ആയിട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത വിമൻ. ഇനി ഒരുപാട് പേര് ഇപ്പോൾ NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി പോലുള്ള സംഭവങ്ങളിലും ഒക്കെ ഈ നേവിയിലൊക്കെ ഓഫീസേഴ്സ് അവനൊക്കെ അവർ പഠിക്കുന്നുണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പിന്നീട് ഇപ്പം ഈ ഇടയ്ക്ക് ആണ് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് പ്രവേശനം തന്നെ കൊടുത്തത്. അതുവരെ പുരുഷന്മാരുടെ മാത്രം മേഖലയായിരുന്നു NDA എന്ന് പറയുന്നത്. അതുപോലെ നമ്മളുടെ ഈ സൈനിക സ്കൂൾ, ഇപ്പം നമ്മളെ കഴക്കൂട്ടത്തൊരു സൈനിക സ്കൂളുണ്ട് കേരളത്തിൽ, അതുപോലെ പല സ്റ്റേറ്റുകളിലുണ്ട്. സൈനിക സ്കൂൾ പെൺപിള്ളേർക്ക് പഠിക്കാനേ പറ്റൂലായിരുന്നു, ഇപ്പം അതും ഓപ്പണായി. സോ എവറി സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഡിഫൻസ് ഈസ് നൗ ഓപ്പൺ ടു വിമൻ. സോ അതിൽ കോസ്റ്റ് ഗാർഡിൽ മാത്രം പെർമനന്റ് കമ്മീഷൻ കൊടുക്കുന്നില്ല, ഷോർട്ട് സർവീസ് കമ്മീഷനുള്ള പെൺകുട്ടികൾക്ക്. അവർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അതാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സുപ്രീം കോടതി പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എന്തൊരു പെർമനന്റ് കമ്മീഷൻ കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു കാര്യം പഠിച്ചോ, ഇന്ത്യ സ്പെസിഫിക് AI മോഡൽ ടു ഫൈൻഡ് ജസ്റ്റേഷണൽ ഏജ് ഡെവലപ്ഡ്. അതായത് ഒരു കൊച്ച് എപ്പോഴാണ് കറക്റ്റ് ജനിക്കാൻ പോകണം. പലപ്പോഴും ഇന്ത്യയിൽ ആ മോഡലിംഗ് ഫെയിലുവറാണ്. ഒരു 2 ആഴ്ച വ്യത്യാസമൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ആ മോഡലിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള മോഡലിംഗ് സിസ്റ്റം അല്ല, വെസ്റ്റേൺ മോഡലിംഗ് സിസ്റ്റമാണ്. ഇന്ത്യൻ മോഡലിംഗ് ഇന്ത്യക്ക് ഇപ്പം ഇല്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഇന്ത്യ ഗർഭിണി എന്ന് പറയുന്ന ഗർഭ് ഇനി എന്നാണ്, ഗർഭ് GARBH പിന്നെ -INI എന്ന് പറയുന്നൊരു ഇനിഷ്യേറ്റീവ്, അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസും IIT മദ്രാസും ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫരീദാബാദും ചേർന്ന് ഡെവലപ്പ് ചെയ്തു. ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫരീദാബാദും IIT മദ്രാസും ചേർന്ന് ഈ ഗർഭിണി എന്ന് പറയുന്ന AI സംഭവം വഴി, അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലിംഗ് ആണ്. ഇതുവഴി ഒരു ഫെറ്റിസിന്റെ ജസ്റ്റേഷണൽ ഏജ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും ഒരു സ്ത്രീ എന്ന് കുട്ടിക്ക് ജന്മം നൽകുമെന്ന് എക്സാക്ട്ലി പറയാനും പറ്റും. ഇപ്പം ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന യൂറോപ്യൻ മോഡൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് പലപ്പോഴും തെറ്റായിരുന്നു. അപ്പോൾ ഇന്ത്യ സ്പെസിഫിക് AI മോഡൽ ടു ഫൈൻഡ് ജസ്റ്റേഷണൽ ഏജ് ഡെവലപ്ഡ്, ആരൊക്കെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത് നടന്നിരിക്കണം, ഈ ഗർഭിണി എന്നുള്ള പ്രോഗ്രാം എന്താണെന്ന് നടന്നിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഹംഗറിക്ക് പുതിയ പ്രസിഡന്റ് ആയതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഹംഗറിയിൽ പ്രസിഡന്റ് അല്ല അവിടുത്തെ റൂളർ പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ പേര് നിങ്ങൾ പഠിക്കണ്ട. ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ അറിഞ്ഞിരിക്കണം, വിക്ടർ ഓർബൻ ആണ്. വിക്ടർ ഓർബൻ. പിന്നെ നവാസ് ഷെരീഫിന്റെ മോൾ അവിടുത്തെ പഞ്ചാബിലെ പ്രൈം മിനിസ്റ്റർ ആയതിനെ കുറിച്ചൊക്കെ ഉണ്ട്. അത് നമുക്ക് വേണ്ട കാര്യം, അത് അവിടുത്തെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. പിന്നെ പേടിഎം ബാങ്കിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിജയ് ശർമ്മ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ഈ വിജയ് ശർമ്മയാണ് പേടിഎം സ്ഥാപിച്ചത്. അയാളിപ്പം ഈ പേടിഎം ബാങ്കിൽ ഇപ്പൊ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. റിസർവ് ബാങ്ക് അവരെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ പുള്ളി അതിന്റെ അവിടെ നിന്ന് രാജിവെച്ചു. അതിനെ കുറിച്ചാണ്
പിന്നെ പിന്നെ സ്പോർട്സിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. സ്പോർട്സ് എല്ലാ ദിവസത്തെയും പോലെയായിരുന്നു. പിന്നെ യൂറോപ്പ്, ഒരു കാര്യം കൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക. യൂറോപ്പ് കാർബൺ ടാക്സ് എന്നുള്ളൊരു സംഭവം ഈ എക്സ്പോർട്ടേഴ്സിൻ്റെ ഇമ്പോർട്ടേഴ്സിൻ്റെ ഒക്കെ മുകളിൽ ചുമത്താൻ പോകുന്നൊരു ന്യൂസുണ്ട്. കാർബൺ ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ ഒരു ഫാക്ടറി ഈ കാർബൺ എമിഷൻ നോംസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആ ഫാക്ടറി ഇപ്പം യൂറോപ്പിലേക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്താൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ മുകളിൽ ഒരു അഡീഷണൽ ടാക്സ് യൂറോപ്പ് ഏർപ്പെടുത്തും. അപ്പോൾ അതാണ് കാർബൺ ടാക്സ് എന്ന് പറയുന്നത്. അതിപ്പം ഭയങ്കര വിമർശനത്തിനൊക്കെ വിധേയമായിട്ടുണ്ട്. കാര്യം ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള എക്സ്പോർട്ടിന് അത് ബാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ADBയുടെ ഒരു ക്രിറ്റിസിസം ഒക്കെ ഇന്നത്തെ പത്രത്തിലുണ്ട്. ഇന്നലത്തെ പത്രത്തിലുണ്ട്. ADB എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കാണ്. ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADBയുടെ പ്രസിഡന്റിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. മസാത്സുഗു അസകാവ എന്നാണ്. മസാത്സുഗു അസകാവ. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസ് എന്ന് പറയുന്നത്. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, എന്നിട്ട് കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.